നമസ്കാരം. കഴിഞ്ഞ ദിവസം വളരെ യാദൃശ്ചികമായിട്ട് ഫേസ്ബുക്കിലൊരു വാചകം കണ്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ആ വാചകം ഇങ്ങനെയാണ്: രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വയസ്സിലാണ് നമ്മളൊക്കെ സംസാരിക്കാൻ പഠിക്കുന്നത്. പക്ഷെ ഒരു ആയുസ് മുഴുവൻ കഴിഞ്ഞാലും എങ്ങനെ സംസാരിക്കണം എന്ന് ചിലരൊരിക്കലും പഠിക്കുന്നില്ല. ഇതാരുടെ വാചകമാണ് എന്നെനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. രണ്ടാമത് തിരഞ്ഞപ്പോൾ എനിക്കത് കിട്ടിയില്ല. വളരെ വലിയൊരു കാര്യമാണ് ആ പറഞ്ഞത് എന്നെനിക്ക് തോന്നി. പലപ്പോഴും പലരുടെയും സംസാരം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ ഒരു വാചകത്തിൻ്റെ അർത്ഥം മനസ്സിലാവാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണ ചടങ്ങിന് പങ്കെടുക്കാനിടയായി. വലിയ ചടങ്ങാണ്, ഒരു റിസപ്ഷനാണ്. അപ്പോൾ 3-4 ഫുഡ് കൗണ്ടറുകളുണ്ട്, ഗംഭീരമായൊരു സ്റ്റേജ് ഡെക്കറേഷൻസ്, ഒരു സ്ഥലത്ത് പാട്ട് നടക്കുന്നു, വേറൊരു സ്ഥലത്ത് വാദ്യഘോഷങ്ങൾ, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു റിസപ്ഷൻ പരിപാടിയാണ്. അതൊരു കൊച്ചു പെൺകുട്ടി, ഏകദേശം ഒരു 14-15 വയസ്സ് പ്രായം ഉണ്ടാവും. പൂമ്പാറ്റയെ പോലെ പറന്ന് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് വളരെ കൗതുകം തോന്നി ആ കുട്ടിയെ കണ്ടപ്പോൾ. വളരെ പ്രസരിപ്പുള്ള നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടി. പൊക്കം കുറവാണ്, കുറച്ച് വണ്ണമുണ്ട് ആ കുട്ടിക്ക്. കുറച്ച് മാറി ആ കുട്ടിയുടെ തന്നെ റിലേറ്റീവ്സ് ആണെന്ന് തോന്നുന്നു, ഒരു ചെറിയ ഗ്രൂപ്പുണ്ട്. അതിലൊരു 10, 45, 50 വയസ്സ് പ്രായം തോന്നുന്ന ഒരാളുടെ വർത്തമാനം കേട്ട് കൂടെ നിൽക്കുന്നവരെല്ലാം ചിരിക്കുന്നുണ്ട്. അപ്പോൾ അയാളൊരു സെൻറ്റർ പോയിൻ്റാണ്. അപ്പോൾ അയാൾ എന്തൊക്കെയോ ഉറക്കെ പറയുന്നുണ്ട്, പരിസരം നോക്കാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചില ആളുകൾ ചിരിക്കുന്നുണ്ട്, പറയുന്ന ആൾ ഉറക്കെ ചിരിക്കുന്നുണ്ട്. ആ കുട്ടി ഈ ഗ്രൂപ്പിനടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ അതിനടുത്ത് നിൽക്കുന്നുണ്ട്. ആ കുട്ടിയെ കണ്ട വഴി തന്നെ ഇയാൾ ഒന്ന് അടിമുടി നോക്കിയിട്ട് പറയുകയാണ്: മോളെന്താ താറാമുട്ടയ്ക്ക് കൈയും കാലും വെച്ച പോലെ ആയല്ലോ എന്ന്. കുറച്ച് പേര് ചിരിച്ചു, കുറച്ച് പേരൊന്നും മിണ്ടിയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചു, ആ പെൺകുട്ടിയുടെ മുഖം പെട്ടെന്ന് മാറിപ്പോയി. അത്രയും നേരം ചിരിച്ച് കളിച്ച് തമാശ പറഞ്ഞ് ഒരു ചിത്രശലഭത്തെ പോലെ അവിടെയൊക്കെ പാറിപ്പറന്ന് നടന്നിരുന്ന ആ പെൺകുട്ടിയെ പെട്ടെന്ന് കാണാതായി. പിന്നെ ഞാൻ അവിടെ നിന്ന് പോരുന്നത് വരെ എൻ്റെ കണ്ണുകൾ ആ കുട്ടിയെ തിരഞ്ഞു, ഒരിടത്തും കണ്ടില്ല. അനവസരത്തിൽ പറഞ്ഞ ആ കമൻറ്റ് ആ കുട്ടിയെ വളരെയധികം നോവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ചിലരിങ്ങനെയാണ്, അവർക്കറിയില്ല ആരോട് എങ്ങനെ എന്ത് എപ്പോൾ എവിടെ വെച്ച് സംസാരിക്കണമെന്ന്. അങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന മറ്റുള്ളവരിലുണ്ടാകുന്ന വികാരം എന്താണ് എന്ന് മനസ്സിലാക്കി സംസാരിക്കാനുള്ള വിവേകം ചിലർക്കെങ്കിലും പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് മറ്റുള്ളവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ട ആ വാചകം, ആരുടെയാണെന്ന് പോലും അറിയാത്ത ആ വാചകം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതിനേക്കാൾ എങ്ങനെ സംസാരിക്കണം എന്ന് പഠിക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യം. താങ്ക് യു.